കാക്കനാട് പള്ളിയിൽ ഇന്നലെ വൈകിട്ട് 6-ന് കുർബാനയ്ക്ക് മുമ്പ് വിമത വിഭാഗത്തിൽപ്പെട്ടവർ പള്ളിയിലെത്തി വികാരിയെ കണ്ട് ജനാഭിമുഖ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന ചർച്ചയിൽ തീരുമാനമാകാതെ വിമതർ തിരിച്ചുപോയി. സംഘർഷമുണ്ടാക്കി കുർബാന മുടക്കുകയായിരുന്നു ലക്ഷ്യം. പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. വളരെ ആസൂത്രിതമായിരുന്നു വിമത നീക്കങ്ങൾ. അതിനു തെളിവാണ് പല ഇടവകകളിൽ നിന്നുള്ള വിമതർ അച്ഛനെ കാണുന്നതിന് മുമ്പ് തന്നെ 24 ചാനലിൽ പള്ളിയിൽ സംഘർഷാവസ്ഥയെന്ന് വാർത്ത വന്നിരുന്നു. എന്തൊരു ഗതികേടാണ്! വിമത ശ്രമം പാളിപ്പോയി. തുടർന്ന് കുർബാനയും ഭംഗിയായി നടന്നു. ഇന്ന് വെള്ളിയാഴ്ച അതിരൂപത കൂരിയ വിമത വിഭാഗം യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ കാക്കനാട്, തിരുവാങ്കുളം, തോപ്പിൽ പള്ളികളിൽ സംഘർഷമുണ്ടാക്കാനാണ് വിമത ശ്രമമെന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഈ 3 പള്ളികളിലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. തൃപ്പൂണിത്തറ, മാതാനഗർ, പാലാരിവട്ടം പള്ളികളിൽ ഏകീകൃത കുർബാനയ്ക്ക് കോടതി വിധി വന്നിട്ടും അതിരൂപത നേതൃത്വം അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ അട്ടിമറി ശ്രമങ്ങൾ തുടരുകയാണ്. അടുത്ത മാസം തുടങ്ങുന്ന സഭാ സിനഡിന് മുമ്പ് ഏകീകൃത കുർബാന പരാജയമെന്ന് വരുത്തി തീർക്കാൻ വിമത വിഭാഗം ആക്രമണം അഴിച്ചുവിടുകയാണ്. സമവായ കുർബാനയ്ക്ക് വരുന്നവരെ വരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച വാഴക്കുളം പള്ളിയിൽ ഒരു യുവാവിന്റെ മൂക്കിലിടിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വേണ്ടിവന്നാൽ പള്ളികൾ അടച്ചിടാൻ വരെ നീക്കങ്ങൾ നടക്കുന്നു. വിമത മെത്രാൻമാർ, അവരുടെ നേതൃത്വത്തിലുള്ള സഭാ കൂരിയയിലെ ചിലർ, അതിരൂപത അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിലുള്ള വിഭാഗവും ചേർന്നാണ് അതിരൂപതയിൽ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്.